ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ കാണുന്നത് നമ്മൾ നെയിം എന്നുള്ള കോളംസ് ഉണ്ട്, അതുകൂടാണ്ട് സ്പ്ലിറ്റ് നെയിം ഇൻ ഡിഫറെൻറ്റ് ഫോമാറ്റ്. അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന നെയിം ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ കോമ യൂസ് ചെയ്തിട്ടുണ്ട്, കോമ യൂസ് ചെയ്യാണ്ട്. സാധാരണ നോർമൽ ടെക്സ്റ്റ് സ്പ്ലിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ട് കോളത്തിലേക്ക് മാറും. ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കോളത്തിലേക്കായിട്ട് ഇത് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. എനിക്കിത് സിംഗിൾ കോളത്തിൽ വേണം, പ്ലസ് കോമ റിമൂവ് ചെയ്യണം. അതുകൂടാതെ ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അഡീഷണലായിട്ട് ചില ക്യാരക്ടർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ ഇതിൽ നമ്മൾ കൺട്രോൾ H പ്രസ് ചെയ്തിട്ട് ഫൈൻഡ് ആൻഡ് റീപ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ റിമൂവ് ചെയ്യാൻ പറ്റും. സപ്പോസ് കോമ റിമൂവ് ചെയ്യണമെങ്കിൽ കോമ റീപ്ലേസ് കൊടുത്തിട്ട് റീപ്ലേസ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോമ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം സാധാരണഗതിയിൽ ഇത് കൂടാതെ നമ്മൾക്കിപ്പം അഡീഷണലായിട്ട് എന്തെങ്കിലും കോമ കൂടാതെ ഒരു ഡാഷ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഉള്ളത് മിഡിൽ നെയിമും കൂടി വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഇത് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ കാണാം ഫസ്റ്റ് നെയിം ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് എന്നുള്ള ഫസ്റ്റ് നെയിമും ട്രംപ് എന്നുള്ള ലാസ്റ്റ് നെയിമും. ഞാനിവിടെ മിഡിൽ നെയിമും കൂടി കൊടുക്കുന്നത് ജോൺ എന്നുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് കോമ വന്ന് സാധാരണ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഇത് കോമക്ക് പകരം അവിടെ ഡാഷ് കൊടുക്കുന്നു വിചാരിക്കാം. ട്രംപിൻ്റെ അടുത്ത് മാത്രം ഡാഷ് കൊടുക്കുന്നു, മറ്റവിടെ ഇല്ല. അവിടെ ഫസ്റ്റ് നെയിമിന് ശേഷം ഡാഷ് ഇല്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏതാണോ ടെക്സ്റ്റ് ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓൾഡ് ടെക്സ്റ്റ് എന്താണ് കോമ, ന്യൂ ടെക്സ്റ്റ് ഡാഷ്. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഡാഷിലേക്ക് മാറും. എനിക്ക് വേണ്ടത് ലാസ്റ്റ് നെയിമിന് മുമ്പായിട്ട്, അതായത് മിഡിൽ നെയിമിന് ശേഷം എന്ത് വേണം, കോമ ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ ഇൻസ്റ്റൻസ് എന്നിട്ട് കാണാൻ പറ്റും, ഇൻസ്റ്റൻസ് നമ്പർ. നമുക്ക് ഈ ഒന്നാമത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തിൽ വരെ എനിക്ക് ട്രംപ് എന്നുള്ള അടുത്താണ് വേണ്ടത്. അപ്പോൾ രണ്ട് കൊടുക്കും. അവിടെ രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലാസ്റ്റ് നെയിമിന് പിറകിലായിട്ട് ഡാഷ് വരും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ മോഡി രണ്ടാമത്തെ രണ്ട് ഇതിലും പുട്ടിൻ എന്നുള്ളതിലും കോമയാണ് വരുന്നത്. അതും എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ മാറ്റണം, അതും ഡാഷിലേക്ക് മാറ്റണം. അതിനായിട്ടിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇതാദ്യം റിമൂവ് ചെയ്യുക. ആദ്യം LEN എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ ലെങ്ത്, ഒരു ടെക്സ്റ്റിൻ്റെ ലെങ്ത് കാണാൻ പറ്റും. LEN കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ ടെക്സ്റ്റ് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. 18 അതിൻ്റെ ലെങ്ത്, ടോട്ടൽ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് കോമ. ഇപ്പോൾ എനിക്ക് കോമ ഇല്ലാതെ എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലെങ്ത് കാണണം. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ ലെങ്ത് ഉപയോഗിക്കുക. ഈക്വൽ ലെങ്ത് LEN, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് ഇത് ഓൾഡ് ടെക്സ്റ്റ് ഇത് കൊടുക്കുക, ഓൾഡ് ടെക്സ്റ്റ് കോമ, ന്യൂ ടെക്സ്റ്റ് എംറ്റി സെല്ല്, എംറ്റി കൊടുക്കുന്നു ഇവിടെ, എംറ്റി. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ലെങ്ത് 16 ആയിരിക്കും, കാരണം രണ്ട് കോമ ഒഴിവാക്കി നമ്മളിവിടെ. ഓക്കെ, ഇപ്പോൾ 18 മൈനസ് 16 2 എന്നുള്ള ആൻസർ വരും നമുക്കിവിടെ. ഓക്കെ, ഈ രണ്ട് നമ്മളെന്ത് ഇൻസ്റ്റൻറ്റ് നമ്പർ, അതായത് എവിടെയാണോ നമുക്ക് ഡാഷ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ പ്രശ്നം സോൾവ് ചെയ്യുക. അതായത് നരേന്ദ്രമോദി എന്നുള്ളിടത്ത് നമുക്ക് അവിടെ മോഡിൻ്റെ അടുത്ത് ഡാഷ് വരുന്നില്ല, കോമയാണ് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് നമ്പറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കത് എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റത്തെ, ഇപ്പം രണ്ടാമത്തെ നരേന്ദ്രമോദി എന്നുള്ള 13 ക്യാരക്ടറാണ്, കോമ ഒഴിവാക്കിയാൽ 12 ക്യാരക്ടർ.
ഈക്വൽസ് കൊടുക്കുക, ഇത് കൊടുക്കുക. ഇതിലിപ്പോൾ 2 ക്യാരക്ടറിൻ്റെ ഡിഫറൻസ്, 1 ഡിഫറൻസ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഫസ്റ്റത്തെ 2ാമത്തെ ക്യാരക്ടറിലാണ് വേണ്ടത്. 2ാമത്തെ റോയിലുള്ള മോഡി എന്നുള്ളതിൽ 2ാമത്തെ ക്യാരക്ടറിലാണ് വേണ്ടത്. 1ാമത്തെ ക്യാരക്ടറിലാണോ? ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രമേ ഉള്ളൂ അതിൽ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. എന്താണ് റീപ്ലേസ് ചെയ്യുന്നത്? കോമ കൊടുത്തു. നെക്സ്റ്റ് ഡാഷായിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി അടുത്ത ഇൻസ്റ്റൻറ്റ് നമ്പർ എന്ത് ചെയ്ത് ഈ ടോട്ടൽ ടെക്സ്റ്റ് ലെങ്ത് മൈനസ് ടെക്സ്റ്റ് ലെങ്ത് വിത്തൗട്ട് കോമ അതിവിടെ കൊടുക്കാം. len equal to substitute കോമ കൊടുത്തു. ഓൾഡ് ടെക്സ്റ്റ് ആയിട്ട് കോമ കൊടുത്തു. ന്യൂ ടെക്സ്റ്റ് ഡാഷ് കൊടുത്തു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇൻസ്റ്റൻറ്റ് നമ്പർ, അത് ടോട്ടൽ ലെങ്ത് ഓഫ് ടെക്സ്റ്റ് മൈനസ് ടോട്ടൽ ലെങ്ത് വിത്തൗട്ട് കോമ, ആ 2 ലെങ്ത്തും തമ്മിൽ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ഇൻസ്റ്റൻറ്റ് നമ്പർ. ഇവിടെ കൊടുക്കുക ലെങ്ത് ഓഫ് ടെക്സ്റ്റ് മൈനസ് ലെങ്ത് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിന് കോമ റിമൂവ് ചെയ്തിട്ട് ബാക്കി എന്താണോ വരുന്നത് അതാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് നമ്പറായിട്ട് വരുന്നത്. ബ്രാക്കറ്റെല്ലാം ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്നുള്ളതാണ് ഇൻസ്റ്റൻസ് നമ്പർ. കാരണം 18 മൈനസ് 16. അപ്പോൾ ട്രംപിന് പിറകിലായിട്ട്, അത് ലാസ്റ്റ് നെയിമിന് പിറകിലായിട്ട് എന്ത് ചെയ്യും? അവിടെ ഡാഷ് വരും. ഇവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ ഇനി നെയിമിൽ എന്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ മാത്രമേ വരൂ. കാരണം അത് രണ്ടും മൈനസ് ചെയ്യുന്ന ലെങ്ത് മൈനസ് ലെങ്ത് വിത്തൗട്ട് കോമ. ഇവിടെ ഞാനൊരു നെയിമും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ലാസ്റ്റ് നെയിമിന് പിറകിലായിട്ട് ഇത് മാറും, ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതാണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ്.